വരുന്നവരുണ്ട്, മറ്റു പല വാഹനങ്ങളിലും വരുന്നവരുണ്ടാകും. പക്ഷേ ചോദിക്കട്ടെ, എല്ലാ ദിവസവും എനിക്ക് കാറിൽ കയറി പോകാൻ പറ്റുമോ? ഇല്ല. വളരെ നല്ല ഡീസന്റുള്ള കാറിൽ പോയ മനുഷ്യൻ ഒരു ദിവസം അത് ആ കാറിൽ നിന്നിറങ്ങി അവൻ മയ്യത്തിരട്ടിൽ കയറേണ്ടി വരുന്നു. വളരെ നല്ല നീറ്റുള്ള വസ്ത്രം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയി എന്റെ ഷർട്ട് ചുളിഞ്ഞിട്ടുണ്ടോ, എന്റെ തുണി ചുളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയ മനുഷ്യൻ അതാ 3 കഷ്ണം തുണിയിൽ കഫൻതുണിയിൽ പൊതിയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മുഖമെല്ലാം നീക്കിയിരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ കണ്ണിന്റെ നേരെ, അവന്റെ മൂക്കിന്റെ നേരെ, അവന്റെ തൊള്ളയുടെ നേരെ അതാ പരത്തി വെക്കുന്നു. സ്വർണത്തിന്റെ മോതിരം ധരിച്ചവരുണ്ട്, പക്ഷേ ആ മോതിരം ഊരിവെച്ചുപോയി. ഓ മുസ്ലിമീങ്ങളെ, സ്വർണത്തിന്റെ ആഭരണം പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്കത് അനുവദനീയമാണ്. പുരുഷന്മാർക്ക് ഹറാമാണ്, അത് മോതിരമാണെങ്കിലും മാലയാണെങ്കിലും എന്താണെങ്കിലും ഹറാമാണ്. പൊന്ന് ചേർത്തുണ്ടാക്കിയ വസ്തുവും അത് ഉരുത്തിയാൻ പൊന്ന് കിട്ടുന്ന വസ്തുവാണെങ്കിൽ അത് പുരുഷന്മാർക്ക് ഉപയോഗിക്കൽ ഹറാമാണ്. വെള്ളിയുടെ ആഭരണങ്ങളും പുരുഷന്മാർക്ക് ഹറാമാണ്. വെള്ളിയിലെ ഒരു മോതിരം മാത്രം, ചെറുവിരലിന് മാത്രം സുന്നത്താണ്. മറ്റ് വിരലിനേക്കാൾ സുന്നത്തില്ലെന്ന് മാത്രമല്ല, കറാഹത്താണോ ഹറാമാണോ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഒന്നിലധികം മോതിരം വെള്ളി മോതിരം ധരിച്ചാൽ ചിലർക്കൊരു ധാരണ, കുറെ വെള്ളി മോതിരം ധരിച്ചാൽ ഔലിയാവുന്നൊരു ധാരണയാണ്. അല്ല, അത് തെറ്റാണ്. ഒന്നിലധികം വെള്ളി മോതിരം ധരിക്കുന്നത് തെറ്റാണ്, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് വെള്ളിയുടെ ഒരേ ഒരു മോതിരം അത് ഇടത് കൈയിന്റെ ചെറുവിരലിലോ വലത് കൈയിന്റെ ചെറുവിരലിലോ ധരിക്കുന്നത് പുരുഷന്മാർക്ക് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചിട്ടുണ്ട്. വലത് കൈയിന്റെ ചെറുവിരലിനാണ് കൂടുതൽ നല്ലതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കല്ല സ്ത്രീകൾക്ക് പട്ട് അനുവദനീയമായതുപോലെ സ്വർണവും വെള്ളിയും അവർക്ക് അനുവദനീയമാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, സ്വർണത്തിന്റെ മോതിരങ്ങളും സ്വർണത്തിന്റെ ആഭരണങ്ങളും ധരിച്ച സ്ത്രീകൾ അവരുടെ ശരീരങ്ങളിൽ നിന്നും സ്വർണാഭരണങ്ങൾ ഊരിപ്പോയി, വെള്ളിയുടെ മോതിരം ഊരിപ്പോയി, കയ്യിന്റെ വാച്ച് ഊരിപ്പോയി, കണ്ണട ഊരിവെച്ചുപോയി, പിന്നെയോ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി. അല്ലേ, അങ്ങനെ ഒരു സമയം വരാനില്ലേ? ഇനിയും നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നല്ല വെള്ള വസ്ത്രം ധരിച്ചിറങ്ങി വരുന്നു. ഒരൽപ്പം ചളിച്ചു പോയാൽ അതാ എന്റെ ഭാര്യയോ മക്കളോ എന്റെ ശിഷ്യന്മാരോ വന്ന് വെള്ളമെടുത്ത് പുത്താതെ കഴുകി കഴിയുമെന്ന് പറയാൻ വെള്ളവും കൊണ്ട് ഓടിവരികയാണ്. എന്നാൽ പറയട്ടെ, ഈ പാവപ്പെട്ട എന്നെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് അവരിൽ കൊണ്ടുപോയി വെക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം എന്റെ ശിഷ്യന്മാർ, എന്റെ സന്താനങ്ങൾ, എന്റെ കുടുംബങ്ങൾ, എന്റെ അയൽവാസികൾ, എന്റെ പ്രിയപ്പെട്ടവർ അവർ ചെയ്യുന്നതെന്താണ്? അവർ ചെയ്യുന്നത് എന്റെ മുഖത്ത് നിന്ന് കവിൾത്തടത്തിന്റെ ഭാഗത്ത് നിന്ന് തുണിയൽപ്പം നീക്കിയിട്ട് 10 കൺമുടിയിൽ പറഞ്ഞൊരു സുന്നത്തുന്നത് നിർവഹിക്കുകയാണ്. നനഞ്ഞ മണ്ണുമായി അതാ എന്റെ കവിൾത്തടം ചേർത്ത് വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെനിക്ക് വരാനുള്ള ഒരു സന്ദർഭമാണ്, നിങ്ങൾക്കും വരാനുള്ളൊരു സന്ദർഭമാണ്. ഇവിടെ ഓർക്കണം, ഇവിടെ എന്തിനാണ് നിലനിൽപ്പുള്ളത്? സൗന്ദര്യത്തിന് നിലനിൽപ്പില്ല, ആയുസ്സിന് നിലനിൽപ്പില്ല, ഭക്ഷണത്തിന് നിലനിൽപ്പില്ല, ആരോഗ്യത്തിന് നിലനിൽപ്പില്ല, കറുത്ത രോഗത്തിന് നിലനിൽപ്പില്ല, ജീവിതത്തിന് നിലനിൽപ്പില്ല. അതേമാണെന്തും എമ്പത് ഇവിടെയുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. അതേ സമയത്ത് നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ, നിലനിൽക്കുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു ജല്ല ജലാലുഹു വൽ-അവ്വലു വൽ-ആഖിറു. അവനതേ, അവൻ തുടക്കമില്ലാതെ ഉള്ളവനാണ്, അവനെന്നും ഉള്ളവൻ തന്നെയാണ്, അവന് നാശമില്ല. ഹയ്യുൻ നബീയുൻ ഖാദിറുൻ മുരീദു സമീഉ ബസീറുൻ മാ യശഅഉരീദു. അവനെന്നും ഹയാത്തുള്ളവനാണ്, അവനെന്നും സ്വയം തന്നെ കഴിവുള്ളവനാണ്,
നമുക്കുള്ള കഴിവുകളൊക്കെയും അവൻ തരുന്നത് മാത്രമാണ്. ലോകത്തേത് മലക്കിനാണെങ്കിലും ശരി, ഏത് ലഭിക്കാണെങ്കിലും ശരി, ഏത് വലിയനാണെങ്കിലും ശരി, ഏത് എഞ്ചിനീയർക്കാണെങ്കിലും ശരി, ഏത് ഡോക്ടർക്കാണെങ്കിലും ശരി, ഏത് വൈദ്യർക്കാണെങ്കിലും ശരി, ഏത് വ്യക്തിക്കാണെങ്കിലും ഭരണാധികാരിക്കാണെങ്കിലും, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും പണക്കാരനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ശരി, ആർക്ക് എന്തുണ്ടോ അത് മുഴുവനും അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. സ്വന്തമായി ആർക്കും ഒന്നുമില്ല. സ്വന്തമായുള്ളവൻ ഒന്നേ ഉള്ളൂ. അവനാണ് ഹയ്യുൻ ഖാദിറുൻ മുരീദ് സമീഉ ബസീറുൻ മാ യശാഉ. അവനെന്നും ഹയാത്തുള്ളവനാണ്. അവനെല്ലാ കാര്യങ്ങളും ഒരുപോലെ അറിയുന്നവനാണ്. അവനതാ മറഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ വ്യത്യാസമില്ല. വരുന്നതെന്നോ കഴിഞ്ഞതെന്നോ നടക്കുന്നതെന്നോ വ്യത്യാസമില്ല. അവനെല്ലാം അറിഞ്ഞിരിക്കുന്നവനാണ്. അവന്റെ അറിവ് എന്റെ അറിവ് പോലെയല്ല. എന്റെ അറിവ് യഥാർത്ഥത്തിൽ അറിവല്ല. കാരണം എനിക്കെന്തറിയാമോ അത് അവൻ അറിയിച്ചു തന്നിട്ടുള്ള അറിവ് മാത്രമാണ്. അവനത് മറപ്പിച്ചാൽ ഞാൻ മറന്നുപോയി, അവൻ ഓർമ്മിപ്പിച്ചാൽ എനിക്ക് ഓർമ്മ വന്നുപോയി. എനിക്ക് സ്വന്തം ഓർമ്മിക്കാനും കഴിയില്ല, മറക്കാനും കഴിയില്ല. മറക്കണം എന്ന് വിചാരിക്കുന്ന പലതും മറക്കാൻ കഴിയുന്നില്ല. വാഹനത്തിൽ ഓടുന്ന സമയത്ത് പേടിച്ച് ഞെട്ടിവിറക്കുന്നു. എന്തേ കാരണം? മുമ്പ് ആക്സിഡന്റിൽ പെട്ടപ്പോൾ നേരെ വന്ന് കാറിന്റെ വന്ന് ബസ്സിടിക്കുന്നത് മനസ്സിൽ പതിഞ്ഞുപോയി. അത് മനസ്സിൽ നീക്കം ചെയ്യാൻ എത്ര ഓർമ്മിച്ചിട്ടും നീങ്ങി കിട്ടുന്നില്ല. മറക്കാൻ ഉദ്ദേശിച്ചത് മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഓർമ്മിക്കണമെന്ന് മനസ്സിലാക്കി ഞാൻ പലതും മനഃപ്പാഠം പഠിച്ചു. പക്ഷേ എനിക്കത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എന്റെ ഓർമ്മ എന്റെ നിയന്ത്രണത്തിലല്ല, എന്റെ മറവി എന്റെ നിയന്ത്രണത്തിലല്ല. വാഹനം ഓടിച്ചു പോകുന്ന മനുഷ്യൻ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വീട്ടിലെത്തണമെന്ന് കരുതി വണ്ടി ഓടുന്നു. ആ വണ്ടി ഓടിക്കുന്നതിൽ അറിയാതെ ഓർമ്മിപ്പോയി. കാരണം ഉറക്കം അവന്റെ നിയന്ത്രണത്തിലല്ല. അതേ സമയത്ത് ഒന്ന് ഉറക്കി വരണമെന്ന് മനസ്സിലാക്കി ഉസ്താദേ എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ ബഹ്റൈനിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നു. ഒരാൾ വിളിച്ച് സങ്കടം പറയുന്നു, ഉസ്താദേ ഉറക്കി വരുന്നേയില്ല, ഞാൻ വളരെ വിഷമത്തിലാണ്. അല്ലാഹുവേ അദ്ദേഹത്തിനും അതുപോലെ മാനസികമായ അസ്വസ്ഥതയുള്ള ഉറക്കം വരാതെയുള്ള ഏത് സ്ത്രീ പുരുഷന്മാരുണ്ടോ നിന്റെ ഹബീബായവരുടെ ഉമ്മത്തുകളിൽ അവർക്കെല്ലാവർക്കും നീ മനസ്സമാധാനം നൽകണേ റഹ്മാനേ. ആവശ്യമായ ഉറക്കം നൽകണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഉറക്കം നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഉണർവ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ചിരിപ്പിക്കുന്നവൻ അല്ലാഹ്, കരയിപ്പിക്കുന്നവൻ അല്ലാഹ്. കരച്ചിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല, ചിരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്തിനും പറയണം, ഒരു മനുഷ്യനില്ല. അടുത്ത നിമിഷം എന്റെ കഥ എന്താണ്? അടുത്ത മണിക്കൂറിൽ എന്റെ അവസ്ഥ എന്താണ്? അടുത്ത ദിവസം ഞാൻ എവിടെയാണ് ചോദിച്ചാൽ പറയാനാൾക്ക് കഴിയും. ഇല്ല ഇല്ല, അറിവില്ല അല്ലാഹ്, ഞങ്ങൾക്കറിയില്ല. അറിവുള്ളവൻ ഒന്നാണ്, കഴിവുള്ളവൻ ഒന്നാണ്, തീരുമാനിക്കുന്നവൻ ഒന്നാണ്, നടപ്പാക്കുന്നവൻ ഒന്നാണ്, നിയന്ത്രിക്കുന്നവൻ ഒന്നാണ്. ആകയാൽ എല്ലാം ഒന്നാണ്. ആ ഒന്നിൽ നിന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലുൻ വകുല്ലു നഈമിൻ ലാ മഹാലത സായിലൂൻ. ഈ ചിന്തയിൽ ലയിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ചിന്തയിൽ വളർന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലും അവരുടെ നാവിലും
എപ്പോഴും അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ്. ആ ചിന്തയിലാണ് മനുഷ്യന്റെ മനസ്സ് ബന്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉമ്മമാരെ പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുട്ടിക്കാദ്യം നിന്ന് കേൾപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അല്ലാഹുവിന്റെ പേരാദ്യം കേൾക്കണം. മരിക്കുന്ന സമയത്ത് ചൊല്ലിക്കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം കേൾക്കേണ്ടത് അല്ലാഹ്, അവസാനം കേൾപ്പിക്കേണ്ടത് അല്ലാഹ്, അവസാനം ഉച്ചരിക്കേണ്ടത് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ശബ്ദം ഒരു കുട്ടിയുടെ ചെവിട്ടിൽ ആദ്യം തന്നെ കേൾക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചുവട്ടിൽ വലത് ചുവട്ടിൽ നാം കൊടുക്കണം, ഇടത് ചുവട്ടിൽ എമ്മാമത്ത് കൊടുക്കണം. അതിന് മുസ്ലിയാരെ തെരഞ്ഞു പിടിക്കേണ്ടതില്ല, പുരുഷന്മാരെ നോക്കി പരതേണ്ടതില്ല. സ്ത്രീകളെ നിങ്ങൾക്കും ആ ബാങ്ക് വിളിക്കാം. വലത്തെ ചുവട്ടിൽ ബാങ്ക്, ഇടത്തെ ചുവട്ടിൽ എമ്മാമത്ത്. അതിന് പുരുഷനാകണമെന്നില്ല, സ്ത്രീകൾക്കും ആ ബാങ്ക് വിളിക്കാം. അതേ സമയത്ത് ഓ ഉമ്മമാരെ, നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ബാങ്ക് വിളിക്കാൻ പാടില്ല. നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ ഒറ്റ ബാങ്ക് വിളിച്ചാൽ അത് ഹറാമാണെന്ന് പറയും പണ്ഡിതന്മാർ. കാരണം എന്റെ സ്ത്രീകളുടെ ശബ്ദം പുറത്തു കേൾക്കേണ്ട ശബ്ദമല്ല. ഇപ്പോൾ അതാ ഹജ്ജിന് പോകുന്ന തിരക്കിലാണ് പലരും. അല്ലാഹുവേ ഹജ്ജിന് മുമ്പെയും കരുതിയവർ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമൃതത്തിന് ഉദ്ദേശിച്ചവർ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങൾ ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട നിലയ്ക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് അവരവരുടെ കേന്ദ്രത്തിൽ തിരിച്ചെത്താൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്ന ദീൻ, ആ ദീനനുസരിച്ച് ഹജ്ജിന് പോകുന്നവർ തൽബിയത്ത് ചൊല്ലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ നിനക്ക് ഉത്തരം ചെയ്യുന്നു, വീണ്ടും ഉത്തരം ചെയ്യുന്നു. ആ തൽബിയത്തുണ്ടല്ലോ, അത് സ്ത്രീകൾക്കും സുന്നത്താണ്, പുരുഷന്മാർക്കും സുന്നത്താണ്. ഇഹ്റാം കെട്ടിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാനത്, വലിയ പ്രതിഫലമുള്ള ദിക്റാനത്. അത് 3 തവണ ഒന്നിച്ച് ചൊല്ലനാണ് സുന്നത്ത്. അത് കഴിഞ്ഞ ഉടനെ സലാത്തിയുള്ള സുന്നത്തുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കൽ സുന്നത്തുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഹജ്ജിനെ സംബന്ധിച്ച് സംസാരിച്ച സീഡിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് ഓർക്കണം ഉമ്മമാരെ, പുരുഷന്മാർ ഓർക്കെ തെൽബിയത്ത് ചൊല്ലണം, സ്ത്രീകൾ പതുക്കെ തെൽബിയത്ത് ചൊല്ലണം. സ്ത്രീകൾ ഓർക്കെ തെൽബിയത്ത് ചൊല്ലാൻ പാടില്ല. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, സഫാ മർവ എന്ന് പറയുന്ന 2 കുന്നുകൾക്കിടയിൽ നടക്കേണ്ടതുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇല്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി ഇൻ യതവഫ ബിഹിമാ. സഫാ മർവയുടെ ഇടയ്ക്ക് ഹജ്ജും ഉംറയും ചെയ്യുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ നടക്കേണ്ടതുണ്ട്. 7 നടത്തം ആവശ്യമുണ്ട്. അങ്ങോട്ടൊന്ന്, ഇങ്ങോട്ട് 2, അങ്ങനെ 7 നടത്തം. ആ നടത്തത്തിനിടയിൽ പ്രത്യേകം ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പച്ച ലൈറ്റ് കാണാം. ആ സ്ഥലത്തെത്തി കടുത്ത പച്ച ലൈറ്റ് വരെ പുരുഷന്മാർ സ്പീഡിൽ ഓടുന്ന ശൈലിയിൽ, ഓട്ടമല്ല അതേസമയം അല്പം സ്പീഡിൽ അവർ ഓടുന്ന രൂപത്തിൽ പോകണമെന്നാണ്. അവിടെയും നിയമം എന്താണ്? അവിടെയുള്ള നിയമം അതേ പുരുഷന്മാരോടണം, സ്ത്രീകൾ നടക്കാനേ പാടുള്ളൂ എന്നാണ്. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് ശേഷം ശരിയുള്ള തവാഫാണെങ്കിൽ പുരുഷന്മാർ അവിടെ അതാ ഒരൽപ്പം തുള്ളി നടക്കേണ്ടതുണ്ട്. ആ നടത്തം പ്രത്യേകം സുന്നത്തുണ്ട്. ആ നടത്തവും പുരുഷന്മാർക്കേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. കാരണം സ്ത്രീകൾ തുള്ളേണ്ടവരല്ല, സ്ത്രീകൾ ഓടേണ്ടവരല്ല, സ്ത്രീകൾ ശബ്ദിക്കേണ്ടവരല്ല. അത് ഇസ്ലാം പടച്ചവൻ സ്ഥാപിച്ച മതമായതുകൊണ്ട് പടച്ചവന്റെ മതം പ്രകൃതിയോട് യോജിച്ച മതമാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ, അല്ലാതെ നിങ്ങളെ അവഗണിച്ചതല്ല. സ്ത്രീകൾക്ക് കംപ്ലൈന്റ് വേണ്ട.
ഇത് കാണുന്നില്ലേ നമ്മൾ വളർത്തുന്ന കോഴികൾ പൂവൻ കോഴി കൂടാറുണ്ടോ? ഇല്ലേ മക്കളെ, പൂവൻ കോഴി കൂടാറില്ല ഇല്ലേ? പിടക്കോഴി പൂവോ? അതിന്റെ കാരണം എല്ലാ കോഴികളും ദുനിയതായിട്ടുണ്ട്. അപ്പോ പിടക്കോഴി പോകുന്നില്ല. കാരണം അത് പ്രകൃതി എങ്ങനെയാണ്? പ്രകൃതിയുടെ അതിന്റെ നയം തന്നെ എങ്ങനെയാണ്? പൂവൻ കോഴി വാക്കിലേ പോവുക. പൂവൻ കോഴി ഭക്തൻ വിരോധി ഇല്ല. പക്ഷേ പൂവൻ കോഴി ഭക്തൻ വിരോധി മാറില്ല. കാരണം പശുവിന് വേണ്ടി ബാങ്ക് കൊടുക്കുമ്പോൾ ഏറെ സ്ഥലത്ത് കയറിയിട്ട് കൊടുക്കണം. പൂവൻ കോഴി പലപ്പോഴും പോകുന്ന സമയത്ത് പൂവൻ ചെയ്യുമ്പോൾ കയറിക്കാൻ കൊടുക്കുക. ഏതെങ്കിലും ഒരു പുഴപ്പുറത്ത് കയറിയിട്ട് അല്ലെങ്കിൽ ഒരു കൂടന്റെ പുറത്ത് കയറിയിട്ട് പൂപ്പൽ പലപ്പോഴും പോകുക. കാരണം പശുവിന് വേണ്ടിയല്ലോ ബാങ്ക് കൊടുക്കുമ്പോൾ ഒക്കെ വേണം. പൂവൻ കോഴി ചില സംഗതിയില്ല. പൂവൻ കോഴി പോകുന്നത് കേട്ടാൽ പറഞ്ഞിട്ടുണ്ട്. പൂവൻ കോഴിയുടെ കൂക്ക് കേട്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം വിശ്വമാർഗം പറഞ്ഞിട്ട് അത് മലക്കിൽ കണ്ടിട്ടാണ് പോകുന്നതാണ്. അപ്പൊ പൂവൻ കോഴിയുടെ കൂക്ക് അത് വാങ്ങിയല്ല, അത് വിൽക്കണം. അത് വാങ്ങ, അത് വാങ്ങാനുള്ള പതിനുണ്ട്. നമ്മളല്ല ഒന്നും കാര്യമേക്കറിയില്ലേ? ശരിക്ക് പരീക്ഷണത്തിൽ കൃത്യമായി വാങ്ങിക്കുന്ന സമയത്ത് പോകുന്ന കോഴിയുടെ കൂക്ക് കേട്ടിട്ടും നിസ്കരിക്കാനാണ്. അത് ശരിക്കും ഏതൊരു ലെവലില്ലാത്ത കോഴിയല്ലോ. കൃത്യമായി പോകുന്ന കോഴി ഒന്നും ലെവലില്ലാത്ത കാലമാണ്. ഇവരെന്നാൽ നോക്കുമ്പോ 4 കൂട്ടർ ഒന്നായിട്ട് മുന്നണിയായിട്ട് പോകും. എന്താണ് പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിൽ നായനെ കണ്ട കുറുക്കൻ 7 വട്ടം വരുന്നത്. ഇപ്പൊ 2 ഒറ്റ മുന്നണിയായിട്ട് എങ്ങനെ പോകുന്നത്? യാതൊരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെ പോയി. ഞാൻ പറഞ്ഞത് ശരിക്ക് കൃത്യമായി കൂക്കുന്ന കോഴി, ആ കോഴിയുടെ കൂക്ക് കേട്ടിട്ട് നിസ്കരിക്കാമെന്നുണ്ട്. അത്രയും ഗൗരവമുണ്ട്, അതിന് പരിഗണനയുണ്ട്. ആ പൂവൻ കോഴി ഉറക്കെ പോകുന്നു. അതേ സമയത്ത് പിടക്കോഴി ഉറക്കെ പോകൂല. കാരണം പിടക്കോഴി പതുക്കെ വിക്രുകളിലും വിക്രൊഴിവാക്കൂല. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ഇഹാമത്ത് കൊടുക്കൽ സുന്നത്താണ്, ബാങ്ക് കൊടുക്കൽ പാടില്ലാത്തതാണ്. ഇഹാമത്തുറക്കും സുന്നത്താണ്. അങ്ങനെ ഇഹാമത്ത് പതുക്കെ കൊടുക്കുന്നതാണ്, ബാങ്ക് ഉറക്കെ കൊടുക്കുന്നതാണ്. ബാങ്ക് കൊടുക്കുന്ന മുസ്ലിയാരാണെന്നില്ല കൊടുക്കുന്നവരെ നോക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നവരെ നോക്കൽ സുന്നത്താണ്. എപ്പോഴും അല്ല, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മാത്രം. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്ന ആളെ ശബ്ദം കേൾക്കൽ സുന്നത്താണ്. ഇത് രണ്ടിനും പെണ്ണ് പറ്റൂല. പെണ്ണ് ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കാനും പറ്റൂല. അവിടെ ഈണത്തിൽ ബാങ്ക് കൊടുത്താൽ കേൾക്കാനും പറ്റൂല. അതുകൊണ്ട് പെണ്ണിന് ബാങ്ക് കൊടുക്കൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അതാ പുരുഷന്മാർക്ക് ബാങ്കുകളെ പ്രധാനപ്പെട്ട അമലാണ് ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ ബാങ്ക് കൊടുക്കുന്നതിനാണ് ബഹുമാനമെന്ന് വരെ പറഞ്ഞ എത്രയോ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ പോലും പല മുഫസ്സിരീങ്ങളും ബാങ്ക് കൊടുക്കുന്നവരെ പറ്റിയാണ് ഈ നല്ല വാക്ക് പറയുന്നവരെന്ന് ഖുർആൻ പറഞ്ഞതും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബാങ്ക് അത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കില്ല. സ്ത്രീകൾക്കും വിളിക്കുന്ന സുന്നത്തുണ്ട്. പെടക്കോഴികളെ ഏറ്റവും കൂടുതൽ വിക്രികളിൽ എപ്പോഴാവുന്നവരെ അത് കോഴി മുട്ടയിടാൻ പോകുന്ന സമയത്താണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് ഗർഭിണികൾ ധാരാളം വിക്രി കൊല്ലണമെന്നാണ്. കോഴി മുട്ട ഇടുകയാണ്. അതേതാ? അത് കോഴി മുട്ട 2 സൈസിൽ ഒന്ന് നല്ല മുട്ട, കേടില്ലാത്ത മുട്ട, നല്ല പോഷകങ്ങളുള്ള നല്ല കോഴിമുട്ട. അത് ഉമ്മ കൊല്ലി തന്നാലും ഉമ്മ അമ്പളി കെട്ടി തന്നാലൊക്കെ തിന്നാല് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനത്തെ നല്ല കോഴിമുട്ടയുണ്ട്. കോഴിമുട്ട, ആ കോഴിമുട്ട അത് നല്ല മുട്ട, നല്ല മുട്ട. അതിന്റെ കളർ എന്താ? അതിന്റെ കളർ നല്ല വെള്ളക്കുപ്പായം തന്നെ, നല്ല വെള്ളക്കുപ്പായം തന്നെ, നല്ല വെള്ള വസ്ത്രം ധരിച്ച കോഴിമുട്ട. പക്ഷേ ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ആ വസ്ത്രം മാത്രം നന്നായാ മതിയോ? അതേ കോഴിമുട്ട തന്നെ കേടുവന്നാലോ? കേടുവന്ന ഡ്രസ് രണ്ടും വെള്ളയാണ്. പക്ഷേ ഒന്ന് കേടുവന്ന മുട്ടയാണ്, ഒന്ന് നല്ല മുട്ടയാണ്. കേടുവന്ന മുട്ട ചക്ക കേടുവന്നതുപോലെയല്ല. ചക്ക കേടുവന്നാൽ പുറത്തൊക്കെ മുറിച്ചിട്ട് കുറച്ചൊക്കെ തിന്നാനുണ്ടാകും. മുട്ട കേടുവന്നാൽ നല്ല ചികിത്സയേതാണ്, പണ്ഡിതന്മാർ ചികിത്സയായ മാതിരിയാണ്. പിന്നെ ഒന്നിനും പറ്റുകയില്ല. ഡ്രസ് വെള്ളയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളയാണ് രണ്ടിന്റെയും ഡ്രസ്. കേടുള്ള മുട്ടയിലെ ഡ്രസ്സും വെള്ളയാണ്,
ഗടിയാത്ത കുട്ടയുടെ ഡ്രസ്സും വെള്ളയാണ്. പക്ഷേ ഒന്ന് ഹൃദയത്തിന് ഇടമുള്ളതും ഒരു ഹൃദയത്തിന് ഗടിയാത്തതുമാണെങ്കിൽ രണ്ടും തമ്മിൽ